നമസ്കാരം. എൻ്റെ പേര് ഷിബു എസ് നായർ, സ്ഥലം കാഞ്ഞിരംകുളം. ഞാൻ നിങ്ങളോട് കേരളത്തിലെ സാധാരണക്കാരായ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 80, 85, 87, 90 കാലഘട്ടത്തിൽ SNDP എന്ന് പറയുന്ന നമ്മുടെ ഈഴവ സമുദായം, ഈ SNDP എന്ന് പറയുന്ന ഈ ഈഴവ സമുദായം വളരെ താഴ്ന്ന തട്ടിൽ കിടന്ന ഒരു സമുദായത്തെ, അതായത് ആരും ശ്രദ്ധിക്കാതെ, വർക്കല ശിവഗിരി ആരും ശ്രദ്ധിക്കാതെ ഏറ്റവും താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ പോലെ കഴിഞ്ഞ ഒരു സമുദായമായിരുന്നു SNDP എന്ന നമ്മുടെ ഈഴവ സമുദായം, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമുദായം. അപ്പോൾ ഈ സമുദായത്തെ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ട് SNDP എന്ന ഈഴവ സമുദായത്തെ കൊണ്ട് എത്തിച്ച ഒരു വലിയൊരു മനുഷ്യനുണ്ട്. ആലപ്പുഴ കണിച്ചികുളങ്ങര അമ്മച്ചിയുടെ ദയയിൽ, കൃപയിൽ നമ്മുടെ വെള്ളാപ്പള്ളി ശ്രീ നടേശൻ സാറ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു മകനെ കണിച്ചികുളങ്ങര അമ്മച്ചി അങ്ങ് എടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് ആ മകനെ എടുത്തതിന് ശേഷം സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന നമ്മുടെ ഈഴവ സമുദായത്തിൻ്റെ നെറുകയിലെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ട് എത്തിച്ചു. ഇന്ന് നായർ സമുദായത്തിനെയും കാട്ടി, മറ്റുള്ള സമുദായത്തിനെയും കാട്ടി ഇന്ന് ലോകത്തിലെ നെറുകയിൽ കൊണ്ട് എത്തിച്ചു SNDPയെ, അതായത് ശ്രീനാരായണ ഗുരുദേവനെ, വെള്ളാപ്പള്ളി നടേശൻ എന്ന നമ്മുടെ വെള്ളാപ്പള്ളി സാർ. എന്നിട്ട് ആ സമുദായത്തിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് പണം ഉണ്ടാക്കുകയും ചെയ്തു. എന്നാലും സമുദായത്തിൻ്റെ പേരിൽ പണമുണ്ടാക്കിയെങ്കിലും, സമുദായത്തിൻ്റെ പേരിൽ ഒരുപാട് അഴിമതികൾ ചെയ്തെങ്കിലും SNDP എന്ന ഈഴവ സമുദായത്തെ ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ട് എത്തിച്ച ആ വലിയ മനുഷ്യന് ഒരു സല്യൂട്ട്. ഇത് പറയാൻ കാരണം, നമ്മളെല്ലാവരും മറന്നുപോയ ഒരു സ്വാമിയുണ്ട് വർക്കല ശിവഗിരി ആശ്രമത്തിൽ. നമ്മളെല്ലാവരും മറന്നുപോയ ഒരു സ്വാമിയാണ്. ആ സ്വാമി ശാശ്വതാനന്ദ സ്വാമി എന്ന് പറയും. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വർക്കലക്കാരനായ നമ്മുടെ പ്രിയ സംവിധായകൻ, അതായത് കേരളത്തിലെ ശങ്കർ എന്ന് പറയുന്ന നമ്മുടെ സംവിധായകൻ, മലയാളത്തിലെ ശങ്കറാണ് അദ്ദേഹം, ജോഷി സാറിൻ്റെ ഒരു സിനിമയുണ്ട്, മമ്മൂട്ടി സാർ നായകനായ കൗരവർ എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ കാണാൻ വേണ്ടി ഞാൻ ആറ്റിങ്ങൽ ഗൗരി ചെന്നപ്പോൾ അവിടെ തിയേറ്റർ മൊത്തം ഫുള്ള്, കയ്യിൽ പൈസയുമില്ല. അവിടെ നിന്ന് പിന്നെ എങ്ങനെയോ വർക്കലയിലെത്തി. വർക്കല വാസു തിയേറ്ററില്ല, അപ്പോഴും ടിക്കറ്റിന് പൈസയില്ല. നേരെ വർക്കലയിൽ പോയി നമ്മുടെ ശാശ്വതാനന്ദ സ്വാമി സാറിനെ കണ്ടു. സാറ് അന്നത്തെ പഴയ ഒരു 100 നോട്ടെടുത്ത് പാക്കറ്റിൽ വെച്ചിട്ട് ഒരു ഉമ്മവും തന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പോടാ മക്കളെ എന്ന് പറഞ്ഞു. പോയി സിനിമ കണ്ടിട്ട് വീട്ടിൽ പോടാ, നേരത്തെ ഇടുന്നതിന് മുമ്പ് വീട്ടിൽ എത്തറാന്ന് പറഞ്ഞു. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു ശാശ്വതാനന്ദ എന്ന് പറയുന്ന സ്വാമി. അയാൾ എല്ലാത്തിലും കൂടെ നിൽക്കും, അത്യാവശ്യം വെള്ളമടിക്കും, എല്ലാ കാര്യങ്ങളും അയാൾക്കുണ്ടെങ്കിലും അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു സ്വാമിയായിരുന്നു, അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, മനുഷ്യ സ്നേഹിയായിരുന്നു. ഇത് പറയാൻ കാരണം, ഈ സ്വാമിയുടെ സ്വഭാവത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ നാട്ടിലുണ്ട്, അവണാങ്കുഴിയിൽ. ഞാൻ ജ്യേഷ്ഠ സ്ഥാനത്ത് കാണുന്ന, അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരു മനുഷ്യനുണ്ട്, ചുക്രു എന്ന് പറയുന്ന. സത്യത്തിൽ ചുക്രുവണ്ണൻ, സത്യത്തിൽ എനിക്ക് ചുക്രുവണ്ണൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല. ചുക്രുവണ്ണൻ എന്ന് പറയും. ഒരു പള്ളിയിലും ഒരിടത്തും പൈസ കൊടുക്കില്ല, പക്ഷേ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യൻ. ഒരുപാട് അനാഥശാലകളിൽ ഒരുപാട് ഈ അംഗവൈകല്യങ്ങളൊക്കെ സംഭവിച്ച് കിടക്കുന്ന ഒരുപാട് അംഗവൈകല്യങ്ങളുണ്ട്, പൂവച്ചെല്ലും കുറ്റിച്ചെല്ലൊക്കെ. അവിടെയൊക്കെ ആരും അറിയാതെ കൊണ്ടുപോയി നല്ല സാമ്പത്തികം കൊടുക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ എൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ശാശ്വതാനന്ദ സ്വാമിയുടെ ഒരു ചെറിയ ഗുണം ഈ എൻ്റെ ജ്യേഷ്ഠൻ ചുക്രുവനിലുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം, SNDPയെ ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ട് എത്തിച്ചതെല്ലാം ശരി തന്നെ വെള്ളാപ്പള്ളി നടേശൻ സാറേ. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് തെറ്റുപറ്റി. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ശാശ്വതാനന്ദം എന്ന് പറയുന്ന എൻ്റെ സ്വാമിയെ കൊന്നില്ല. ആ ഒരു കാഴ്ചയിൽ മാത്രം നിങ്ങൾക്ക് തെറ്റുപറ്റി. രാഷ്ട്രീയ ബലം കൊണ്ടും സ്വാധീനമുള്ളത് കൊണ്ടും ജയിലിലൊന്നും ആയില്ല, കേസായില്ല. വർക്കല ശിവഗിരി ആശ്രമം തന്നെ ശാശ്വതാനന്ദ സ്വാമിയെ മറന്നു, എല്ലാവരും മറന്നു. പക്ഷേ ഒരിക്കലും ആ മനുഷ്യനെ അടുത്തറിയാവുന്ന ഒരു മനുഷ്യനും ശാശ്വതാനന്ദ സ്വാമിയെ മറക്കില്ല. പക്ഷേ
ശാശ്വതാനന്ദ എന്ന ആ സ്വാമിയെ കൊന്നതിന് നിങ്ങൾ പരലോകത്തല്ല വെള്ളാപ്പള്ളി നടേശ സാറെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്, കേരളത്തിൽ നിങ്ങൾ അനുഭവിക്കും. സത്യം നിങ്ങൾ സത്യം ആ ശാശ്വതാനന്ദ എന്ന് പറയുന്ന ആ സ്വാമിയുടെ ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മനുഷ്യനെ കൊന്നതിനുള്ള ശിക്ഷ ഈ നാട്ടിൽ കേരളത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടേ നിങ്ങൾ മരിക്കൂ. ആരും നിങ്ങളെ കൊല്ലാനോ വെട്ടാനോ ഒന്നും ആരും വരില്ല. കാരണം നിങ്ങളെ ആര് തൊടാനാണ്? SNDP ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച നിങ്ങളോട് എനിക്കൊരു ബഹുമാനമുണ്ട്. പക്ഷേ ശാശ്വതാനന്ദ സ്വാമിയെ കൊന്നതിന് നിങ്ങൾ അനുഭവിച്ചിട്ടേ നിങ്ങളുടെ ആത്മാവ് ഇവിടെ നിന്ന് പോവുകയുള്ളൂ. സത്യത്തിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ശാശ്വതാനന്ദ സ്വാമി. ആ സ്വാമിയുടെ ആത്മാവിൻ്റെ മുമ്പിൽ ഒരു 100,000 പ്രണാമങ്ങൾ, 1000 ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് ശാശ്വതാനന്ദ സ്വാമിയെ ഓർത്തു തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.